24ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള സംസ്ഥാന സമ്മേളനം കൊല്ലത്തിതാ ഐതിഹാസിക ഭൂമിയിൽ കശുവണ്ടി തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും ഓട് തൊഴിലാളികളുടെയും ഒക്കെ സമരങ്ങൾ കൊണ്ട് മുഖരിതമായ കർഷകരുടെയൊക്കെ സമര പോരാട്ടങ്ങൾ കൊണ്ട് മുഖരിതമായ കൊല്ലത്തിൻ്റെ മണ്ണിനെ ഇതാ ചെമ്പതാക പുതപ്പിച്ച ആശ്രാമം മൈതാനത്തിതാ കൊടി നാട്ടുന്നു. ഹൃദയരക്തം മുക്കി അവർ ഉയർത്തിയ ഈ പതാക ഉയർത്തലോടുകൂടിയാണ് സമ്മേളനത്തിന് ഔദ്യോഗികമായ തുടക്കമാകുന്നത്. സന്തോഷ്, രക്തം പാർട്ടി, ജീവൻ പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി സിന്ദാബാദ് എന്ന മുദ്രാവാക്യങ്ങളടക്കം അവിടെ കേൾക്കാം. അവരുടെ ഹൃദയരക്തം കൊണ്ട് ചുവപ്പിച്ച പതാക അത് കേവലം വൈകാരികതയുടെയും ആവേശത്തിൻ്റെയും മാത്രമല്ല, ആശയസംബന്ധിയാണ്. ആശയസംബന്ധിയായി കൂടി കൂടുതൽ മെച്ചപ്പെട്ട സ്വയം വിമർശനവും തിരുത്തലുകളിലൂടെ കൂടുതൽ മെച്ചപ്പെടുന്ന മഹാപ്രക്രിയയാണ്. അതൊരു പാർട്ടി പദ്ധതിയായി പരിപാടിയായി അംഗീകരിക്കപ്പെട്ട പാർട്ടി എന്ന നിലയിൽ കൂടിയാണ് അവരെ CPIM-കാരെ നാം കാണുന്നത്. അങ്ങനെയുള്ള ഒരു പ്രക്രിയയ്ക്കാണ് 24ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചത് ആവേശമലതല്ലി സംസ്ഥാന സമ്മേളനത്തിന് കൊടിയുയരുന്നത്. സന്തോഷ്. തീർച്ചയായും അജിംഷാദ്, നിരവധി ധീര രക്തസാക്ഷികളുടെ രക്തം കൊണ്ട് ചുവപ്പിച്ചിട്ടുള്ള ചെമ്പതാക, പാർട്ടിയെ സ്നേഹിക്കുന്നവർ ജീവന് തുല്യം സ്നേഹിക്കുന്ന ചെമ്പതാക, അതിൻ്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള മുഹൂർത്തത്തിൽ സംസ്ഥാന സമ്മേളനത്തിൻ്റെയൊക്കെ കടക്കുന്ന ഈ ഒരു നിമിഷത്തിൽ പൊതുസമ്മേളന നഗരിയിൽ ആ പതാക ഉയരുന്നതിന് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൊടിമരമേറ്റുവാങ്ങി ഇപ്പോൾ പൊതുസമ്മേളന നഗരിയിൽ സ്ഥാപിക്കുകയാണ്. കൊടിമരം സ്ഥാപിക്കുന്നതിന് പിന്നാലെ സമ്മേളന നഗരിയിൽ ഈ ചെമ്പതാക ഉയരുകയും ചെയ്യും. തൊഴിലാളികളുടെയും കർഷകരുടെയും പ്രതീക്ഷയായ, അതോടൊപ്പം തന്നെ അടിസ്ഥാന വർഗത്തിൻ്റെ പ്രതീക്ഷയായ, അവർ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ചെമ്പതാക, ആ പതാക ഏറ്റവും അഭിമാനകരമായി തന്നെ ഈ സമ്മേളന നഗരിയിൽ ഉയരാൻ പോവുകയാണ്. അതിൻ്റെ ആവേശമാണ് എല്ലാ സ്ഥലത്തും അലയടിക്കുന്നത്. കൊല്ലത്തിൻ്റെ വിപ്ലവ ഭൂമിയിൽ ധീര രക്തസാക്ഷികളുടെ, ധീര വിപ്ലവകാരികളുടെ മണ്ണിൽ നിരവധി പോരാട്ടങ്ങൾക്ക്, കർഷക കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങൾക്ക്, ജന്മിത്വത്തിനും നാടുവാഴിത്വത്തിനും എതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക്, അസമത്വങ്ങൾക്കും ഉച്ചനീചിത്വങ്ങൾക്കും എതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്കെല്ലാം നടന്നിട്ടുള്ള വേദിയായിട്ടുള്ള കൊല്ലം, ആ കൊല്ലത്താണ് 3 പതിറ്റാണ്ടിന് ശേഷം CPIM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. നേരത്തെ 2 തവണയാണ് കൊല്ലം സമ്മേളനത്തിന് വേദിയായിട്ടുള്ളത്. 95-ന് ശേഷം 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കൊല്ലത്ത് CPIM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഏറ്റവും ജനാധിപത്യപരമായി, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ അതിൻ്റെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്ന പാർട്ടിയാണ് CPIM. ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചകളും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും നടത്തി, സ്വയം നവീകരണം നടത്തി, തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും ആശയും പ്രതീക്ഷയുമായി മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് CPIM. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശക്തി ദൗർബല്യങ്ങളെ ഇഴകീറി പരിശോധിക്കുന്ന ഒരു സമ്മേളനം, ആ സമ്മേളനം എന്ന് പറയുന്നത് നാടിൻ്റെ നാനാഭാഗത്തുമുള്ള ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സമ്മേളനമാണ്. രാജ്യത്ത് വർഗീയ ശക്തികൾ പിടിമുറുക്കുമ്പോൾ, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള വിഘടനവാദത്തിൻ്റെയും അരാഷ്ട്രീയവാദത്തിൻ്റെയും എല്ലാം തന്നെ പ്രത്യയശാസ്ത്രങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ഒരു ബദൽ ഉയർത്തിക്കൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന CPIM. അതുകൊണ്ട് തന്നെ ഇന്നും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് തൊഴിലാളി വർഗം ഈ ഒരു പാർട്ടിയെയും അതിൻ്റെ സമ്മേളനത്തെയും നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ തരത്തിലുള്ള മറ്റു കാര്യങ്ങളും മാറ്റിവെച്ച് ഈ പാർട്ടിയുടെ പരിപാടികളിലേക്ക്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനത്തിൻ്റെ ഭാഗവാക്കാകുന്നതിന് വേണ്ടി പ്രതിനിധികളല്ലാത്തവർ പോലും നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ സമ്മേളനത്തിൻ്റെ ആവേശം ഉൾക്കൊള്ളുന്നതിനായി ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. കൊല്ലത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പൂർണ്ണമായും സമ്മേളനത്തിൻ്റെ ലഹരിയിൽ, ആവേശത്തിൽ അലിഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. എങ്ങും ചെങ്കൊടികളും, അതോടൊപ്പം തന്നെ ഈ ചെമ്പട്ടുടുത്ത ഒരു നഗരം, അതോടൊപ്പം തന്നെ എവിടെയും ഇൻകുലാബിൻ്റെ വിളികളും മുദ്രാവാക്യം വിളികളിൽ മുഖരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം. പാറിപ്പറക്കുന്ന ചെങ്കൊടികൾ മാത്രമേ എവിടെയും കാണാനുള്ളൂ. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ പാർട്ടിക്ക്, CPIM-ന് ഏറ്റവും ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ ഒരു സ്ഥലമാണ് ഈ കൊല്ലം ജില്ല എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തവണ CPIM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. മാസങ്ങൾ നീണ്ട മുന്നൊരുക്കങ്ങൾ, അനുബന്ധ പരിപാടികൾ, അതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത സെമിനാറുകൾ, അതോടൊപ്പം തന്നെ വിവിധ ജനവിഭാഗങ്ങളെ, അവരുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത നിരവധി പരിപാടികൾ, അതിനെല്ലാം ഒടുവിലായാണ് CPIM അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളന നടപടികളിലേക്ക് കടക്കുന്നത്. ആ സമ്മേളന നടപടികളുടെ ഭാഗമായാണ് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്ന ഒരു ചടങ്ങിലേക്ക് ഈ പൊതുസമ്മേളനം
എത്തിയിരിക്കുന്നത്. ധീര വിപ്ലവകാരികളുടെ രക്തസാക്ഷികളുടെ തൂക്കുമരത്തെ പോലും വെല്ലുവിളിച്ച, തൂക്കുമരത്തിന് മുന്നിൽ പോലും ഇൻകുലാബ് വിളിച്ച കയ്യൂർ രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ CPIM-ന്റെ യുവനേതാവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ M. സ്വരാജ് നയിച്ച പതാക ജാഥ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി ആശാറാം മൈതാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ പതാക ഉയർത്തുന്നതിനുള്ള കൊടിമരം ഇപ്പോൾ സമ്മേളന നഗരിയിൽ ഉയരുകയാണ്, അത് സ്ഥാപിക്കുകയാണ്. ഇനി ഈ സമ്മേളനം അവസാനിക്കും വരെയും ഏറ്റവും ആവേശകരമായി കൊണ്ട് തന്നെ പൊതുസമ്മേളനത്തിൽ വാനിലുയർന്നു പറക്കുന്ന ചെമ്പതാക, ആ പതാക സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കൊടിമരം ഇപ്പോൾ പൊതുസമ്മേളന നഗരിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. തീർച്ചയായും അവിടെ ആവേശത്തിന്റെ മുദ്രാവാക്യങ്ങൾ കൂടി ഒന്ന് കേൾക്കട്ടെ സന്തോഷ്. അവിടേക്ക് തീർച്ചയായും CPI ലൈവിലാണ് പോകാൻ പറ്റും, നമ്മൾ മാത്രം ഇവിടെ നിൽക്കണം, ലൈവ് പോയിക്കൊണ്ട്. ഈ 24-ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച സംസ്ഥാന സമ്മേളനം ഇതാ കൊല്ലത്ത് CPIM സംസ്ഥാന സമ്മേളനത്തിന് ഇതാ പ്രൗഢഗംഭീര തുടക്കമാകുന്നു. കൊടിമരം ശൂരനാട് നിന്ന് എത്തിച്ച കൊടിമരം ഇതാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളന നഗരിയിൽ സിതാറാം യെച്ചൂരി നഗറിൽ നാട്ടിയിരിക്കുന്നു.